നമസ്കാരം. നമ്മളുടെ പുതിയ സീരീസിന് നല്ല ഒരു അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങളുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നു. നമ്മൾ വരുന്ന 10-ാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ളിൽ മാക്സിമം നോളേജ് നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത്, മെയിൻ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ വ്രതം ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ഇനി ക്ലാസ് ഇപ്പോൾ ഒരു സെഷൻ നിർത്തിയിട്ട് ഇത്രയും കാര്യങ്ങളൂടെ ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് കേട്ടാൽ മനസ്സിലാകുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ റിക്കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്നവരായിക്കോട്ടെ ജോയിൻ ചെയ്യാത്തവരായിക്കോട്ടെ എല്ലാവർക്കും ഇതൊന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. കാരണം ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്കിത് ഓരോന്നും പറഞ്ഞ് ചെയ്യിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോസിബിലിറ്റിയെ അതിൻ്റെ അടുത്ത സാധ്യതകളിലേക്ക് മനസ്സിലാക്കി പോകാൻ ചിന്തിക്കുന്നു. പോസിബിലിറ്റീസ് ഉണ്ട് എല്ലാത്തിനും, അല്ലാതെ ഒരു കർമ്മം എന്ന് പറഞ്ഞ് കർമ്മത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ നമ്മളുടെ ഈ പഞ്ചഭൂതങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിലുണ്ടല്ലോ എല്ലാ ഫ്രീഡവും നമുക്ക് എൻജോയ് ചെയ്യണമെന്ന്. ഈ എല്ലാ ഫ്രീഡവും എൻജോയ് ചെയ്യണമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു ഘടകമില്ലേ, ഒരു എലമെൻ്റ് ഇല്ലേ? അത് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൽ തന്നെ നമ്മൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ആധാരചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആധാരചക്രങ്ങളെക്കുറിച്ച് പലർക്കും ഗഹനമായിട്ടുള്ള പല ജ്ഞാനങ്ങളും യൂട്യൂബിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ളൊരു മാറ്റം അവരുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് അവർ പറയുന്നതും അവരുടെ ലൈഫും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ ഓറ സെൻസ് ചെയ്ത് അവർ നിലവിൽ അനുഭവിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനൊക്കെ ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഈ ഓറയിലെ ഇഷ്യൂസ് മാറ്റുമ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിത് കോൺഷ്യസ്ലി അറിയത്തില്ലെങ്കിലും, ആ വ്യക്തിക്ക് ഇപ്പോൾ വേറൊരു തേർഡ് പാർട്ടി ഓറോ ക്ലെൻസ് ചെയ്താലും അവർക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവർ നാളെയും ഇതേ മിസ്റ്റേക്കിലേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നാളെ ആ മിസ്റ്റേക്കിലേക്ക് പോയിട്ട് പിന്നെയും കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ തന്നെ ഇഷ്യൂസ് വരുന്ന പാറ്റേൺ അവർക്ക് ജനറേറ്റ് ചെയ്യും. അവിടെയാണ് നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്ന് ഓരോരുത്തരും അവനവൻ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയെടുക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ആകാശ തത്വത്തെ മനസ്സിലാക്കി. നമുക്ക് അടുത്ത തത്വം വായുവുണ്ട്. അപ്പോൾ വായു തത്വം, വായുവിന് എന്ത് ചെയ്യണം? വിരാജിക്കണം. വായുവിന് എല്ലാ ഏരിയയിലേക്കും ഫ്ലോ ചെയ്യണം. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വാഹനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ നമുക്കിപ്പം നമ്മുടെ മെറ്റൽ വാഹനത്തിൻ്റെ ബോഡി പോലല്ലല്ലോ അതിന് ടയർ നിർമ്മിച്ചേക്കുന്നത്. അത് എയറാണ് അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത്, പല ഫോംസ് ഓഫ് എയർ. അതേപോലെ തന്നെ വാഹനങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയറോ ഡൈനാമിക് ഡിസൈനുള്ള വാഹനങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ വണ്ടി യാത്ര ചെയ്യും. ഇപ്പം ജീപ്പിന്, ഇപ്പോൾ ഈവൻ ഒരു ജീപ്പ് എടുത്താൽ പോലും ആ ജീപ്പിൽ തന്നെ എയറോ ഡൈനാമിക്കലി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ട്രെയിനുകളും ഫ്ലൈറ്റും എല്ലാ വാഹനങ്ങളും എയറോ ഡൈനാമിക് ഡിസൈനിലേക്ക് കൊണ്ടുവരാനാണ് വെച്ചാൽ മാക്സിമം ആ എയർ പ്രഷറിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് അപ്പോൾ ആ വായു തത്വം നമ്മുടെ ലൈഫിനെ, നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്ന എല്ലാ ഏരിയയിലും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വായുവിനെ സഞ്ചരിക്കാനുള്ള ഒരു മീഡിയം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട. ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ജനലും വാതിലും ഒക്കെ അത്യാവശ്യം തുറന്നു കിടേണ്ട ഏരിയാസിൽ ഒരു മുറി ഉണ്ടെങ്കിൽ ആ മുറി ബ്ലോക്ക് ചെയ്ത് വെക്കാതെ അത് തുറന്നു വെക്കേണ്ട ഒരു ഏരിയ ആണെങ്കിൽ തുറന്നു വെച്ച് ആ വായു കയറി ഇറങ്ങി പോകാനുള്ളൊരു മീഡിയം ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ബ്ലോക്കുകളും മാറും. അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. ഇപ്പം ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പം വായു സംബന്ധമായിട്ടുള്ള ശ്വാസമുട്ടൽ, ശ്വാസകോശം അല്ലെങ്കിൽ ഹേർട്ട് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പം ഇതും മണിയുമായിട്ട് കണക്റ്റഡ് ആണല്ലോ, എല്ലാം കണക്റ്റഡ് അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. അതേപോലെ തന്നെയാണ് ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിലൊരു ടെമ്പറേച്ചറുണ്ട്, നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ടെമ്പറേച്ചറുണ്ട് അല്ലേ? പുറത്തെ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും പലപ്പോഴും ഒന്നാണോ? അല്ല. ഇപ്പോൾ നമ്മുടെ
നമ്മൾ വീടിന് വെളിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ കുറയ്ക്കാനാണ് നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കിയെടുക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ എന്നിരുന്നെന്ന് പറഞ്ഞാലും ഈ ടെമ്പറേച്ചറിൽ ഒരുപാട് വേരിയേഷൻ സംഭവിക്കുമ്പോഴാണ് പലതരത്തിലുള്ള ഇഷ്യൂസ് ടെമ്പറേച്ചറിൻ്റെ ഘടകമായിട്ട് നമുക്ക് ലൈഫിലുണ്ടാകുന്നത്. ഇനി ഇപ്പം അഗ്നിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ജലം. ഏത് അഗ്നിയുടെ തത്വത്തിലും ഒരു ജലകണമില്ലേ, ഒരു വാട്ടർ മീഡിയം ഉണ്ടാവത്തില്ലേ? അത് എത്ര വലിയ ഹ്യൂമിഡിറ്റി ആണെന്ന് പറഞ്ഞാലും അവിടെയും കാണില്ലേ ഒരു വാട്ടർ എലമെൻറ്റ്. അപ്പോൾ ഈ വാട്ടർ എലമെൻറ്റ് നമ്മളെ സ്വാധീനിക്കുന്നില്ലേ? സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരസ്പരമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം നമ്മൾ ഓരോ സെക്കൻഡ് നമ്മുടെ ലൈഫിനെ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റിനും ഏറ്റവും മോശം ജലം അന്തരീക്ഷമാണെങ്കിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിൽ നിന്നുണ്ടാകുന്ന സ്മെല്ല്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്നതെങ്കിൽ നമ്മുടെ എനർജിയെ ബാധിക്കത്തില്ലേ? ബാധിക്കും. ഞാൻ പാവപ്പെട്ടവനാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇതൊന്നും എനർജിക്ക് അറിയേണ്ട വിഷയമല്ല, സത്യം. അടുത്തത് ഭൂമിതത്വം എന്ന് പറയുമ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ, അവിടെയാണല്ലോ ഇതെല്ലാം നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ, നമ്മൾ മണ്ണിൽ കാലുറച്ചാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ മണ്ണിൽ പണ്ടൊക്കെ ഈ പറയുന്ന പോലെ മുറ്റം തൂക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മണ്ണിളക്കുക എന്നുള്ള സെൻസിലാണ് പറയുന്നത്. മണ്ണിനെ ഇളക്കിയെടുക്കുക, അല്ലാണ്ട് ജസ്റ്റ് വേസ്റ്റിനെ കളയെന്നുള്ള സെൻസിലല്ല പറയുന്നത്. ഈ വന്ന കാലത്ത് എത്ര പേരുടെ മുറ്റത്തുണ്ട് ഈ പറയുന്ന പോലെ കല്ലുണ്ട്, മണലുണ്ട്, ചരലുണ്ട്, എല്ലാവരും ഇൻ്റർലോക്ക് ചെയ്ത് സിമെൻറ്റ് ചെയ്യിച്ച് ഉള്ള മണ്ണിനെ മൊത്തം, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് കിട്ടേണ്ട ഏരിയയാണ്. ഭൂമിയിൽ നിന്ന് ഡയറക്റ്റ് എനർജി നമ്മുടെ കാലിലെ മണ്ണ് പറ്റി, ചെളി പറ്റി നമ്മുടെ കാലുമായിട്ട് അത് കണക്ട് ചെയ്യേണ്ടതാണ്. അതെല്ലാം ഇൻ്റർലോക്കും അതും ഇതും എല്ലാം വെച്ച്, ഇവൻ വീടിനുള്ളിലാണെങ്കിൽ മാർബിൾ ടൈലും ഇട്ട് അവിടെ ഈ പറയുന്ന പോലെ വാദം അസുഖം കൂടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ട്, നമ്മൾ പറയത്തില്ലേ, വിരുദ്ധമായിട്ട് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചിട്ട് ആ ഫലങ്ങളെ ഇല്ലാതാക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ ഏറ്റവും വലിയ കോൺട്രാക്ടർ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി ജീവിച്ച വ്യക്തികൾക്ക് അതിൻ്റെ ഗുണമുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കി ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 50% വേണ്ട, ഒരു 40% മനസ്സിലാക്കിയ വ്യക്തികൾക്ക് അതിൻ്റേതായ വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഇതൊന്നും അറിയാത്ത, വെറും ബേസിക് ആയിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം കണ്ട് അതിനെ വലിയ വിഷയമാക്കിയെടുത്ത് അതിനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇഷ്യൂ ആക്കിയെടുത്ത് ജീവിക്കുന്ന സാധാരണ ആൾക്കാർക്ക് എവിടെയാണ് ഇഷ്യൂ മാറുക? ഇപ്പോൾ നമ്മൾ ഓരോ കഥകളിലും തന്നെ അത്തരത്തിലുള്ള കഥകൾ കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ, ജ്ഞാനപ്പഴം, അറിവിൽ ഏറ്റവും വലുതാണ് ജ്ഞാനപ്പഴം. അപ്പോൾ ജ്ഞാനപ്പഴം എന്ന് പറയുന്ന കാര്യം ശിവനിൽ നിന്നും വന്നേക്കുന്ന, അല്ലെങ്കിൽ ശിവതത്വവുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. അതായത് സുബ്രഹ്മണ്യൻ്റെയും അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെയും. അപ്പോൾ ഈ കഥയ്ക്കുള്ളിൽ ആരാണ് ഈ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ, അല്ലെങ്കിൽ ആ ജ്ഞാനപ്പഴം കഴിക്കാനുള്ള അവകാശി എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. ഓർമ്മയുള്ളവർക്കറിയാം. അപ്പം യഥാർത്ഥ ജ്ഞാനം എന്തിൽ നിന്ന് കിട്ടും? ലോകത്തെ തിരിച്ചറിഞ്ഞവർക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ലോകത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 മക്കളും 2 മാർഗത്തിലൂടെ സഞ്ചരിച്ചു. ഒരാൾ പെരിഫറലായിട്ടുള്ള സ്ഥൂല മണ്ഡലത്തിൽ, അല്ലെങ്കിൽ സ്ഥൂലതലത്തിൽ ലോകത്തെ അറിയാൻ നോക്കി. വേറൊരാൾ സൂക്ഷ്മതലത്തിൽ, അതായത് ഇപ്പോൾ സ്ഥൂലതലത്തിൽ ലോകത്തെ അറിയാൻ നോക്കി എന്ന് പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കിക്കേ. ഇപ്പം നമുക്ക് എങ്ങനെ ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെ അടുത്തും നമുക്ക് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരെയും അറിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് ഒരു കാര്യത്തെ അസസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എത്രമാത്രം നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെ മുഴുവൻ നമുക്ക് കണക്ക് കൂട്ടി ഓരോന്നിനെയും അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. എത്ര മണൽത്തരികളുണ്ട് ഇവിടെ? ഈ മണൽത്തരിയെ മുഴുവനും മനസ്സിലാക്കി അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ജലാശയം, ഓരോ ജലാശയത്തിലും കിടക്കുന്ന ജലത്തിൻ്റെ അളവ് ഇത്രയുണ്ടോ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരാൾ സ്ഥൂലത്തിൽ കൂടെ അറിവിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തു. മറ്റൊരാൾ സൂക്ഷ്മതലത്തിലേക്ക് യാത്ര ചെയ്തു.
ഇപ്പോൾ സൂക്ഷ്മതലത്തിലേക്ക് യാത്ര ചെയ്യുന്നു പറയുമ്പോൾ ഇപ്പോൾ ചോറ് എന്തോന്ന് മനസ്സിലാക്കാൻ ആ ഇട്ടേക്കുന്ന അരി മൊത്തം എടുത്ത് നോക്കണോ? വേണ്ട, ഒരെണ്ണം നോക്കിയാൽ പോരെ. ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ബ്ലഡ് മൊത്തം എടുത്ത് വെച്ചാണോ ചെക്ക് ചെയ്യുന്നത്? അല്ലല്ലോ, ഒരു തുള്ളി പോരെ. അപ്പോൾ സൂക്ഷ്മതലത്തിലേക്ക് സഞ്ചരിച്ചേക്കുന്ന ഗണപതിയും സ്ഥൂലതലത്തിലേക്ക് സഞ്ചരിച്ച സുബ്രഹ്മണ്യനും. ഈ കഥ നിങ്ങൾക്കറിയാം. അവസാനം ആരാണ് ഞാനപ്പഴം കഴിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരൊറ്റ കാര്യത്തെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. സ്ഥൂലതലത്തിലാണോ സൂക്ഷ്മതലത്തിലാണോ? എന്നിട്ട് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെ പോലും വിമർശിച്ചോളൂ. ഇറ്റ്സ് ബെറ്റർ. 2 കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ നന്നാവും. 2 ഈ പറയുന്ന പോലെ എൻ്റെ കർമ്മം എടുത്തുകൊണ്ട് പൊക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പെരിഫറൽ തലത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. സൂക്ഷ്മതലത്തിൽ എത്ര പേരും മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളെ? ആ സൂക്ഷ്മതലത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവനെ യഥാർത്ഥ ജ്ഞാനപ്പഴം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പോകുന്ന യാത്രയുടെ സീരിയസ്നെസ്? ഞാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് ജീവിക്കാം. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ യഥാർത്ഥ തത്വത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു മനസ്സാവും. അല്ലാതെ പല കാര്യത്തിൽ നിൽക്കുന്നുണ്ട്, പല മനസ്സിൽ നിൽക്കുന്നത്. യാത്ര ചെയ്യണ്ടേ? നമ്മൾ പതുക്കെ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളിലേക്ക് തരുന്ന അറിവിൻ്റെ ക്ലാരിറ്റിയും, നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റും വലുതായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങളെ അറിയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങളെ കുറച്ചുകൂടെ ഇന്നർ സെൻസിലേക്ക് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ പല പ്രശ്നങ്ങളും എന്നേക്കുമായിട്ടും ഇല്ല.